മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടന വിസ്മയത്തിന്, അഭിനേതാവിന്, കഥാകൃത്തിന് വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. 10 മണിക്കായിരുന്നു നേരത്തെ ശ്രീനിവാസിൻ്റെ സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ കുറേ കൂടി വൈകും എന്നാണ് ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്ന് വെച്ചാൽ നിരവധി പേർ ഇപ്പോഴും ശ്രീനിവാസിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ ഖണ്ഡനാട്ട വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും നടൻ സൂര്യ, നടൻ ജഗദീഷ് അടക്കമുള്ള പ്രമുഖർ ഈ അവസാന നിമിഷവും അവിടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അപ്പോൾ ഒരു പക്ഷേ അരമണിക്കൂറൊക്കെ വൈകിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ശ്രീനിവാസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ നിതിൻ സേവ്യർ ഉണ്ട്. നിതിൻ, വൈകുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കുടുംബാംഗങ്ങളോ അവിടെയുള്ള ശ്രീനിവാസിൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ 10 മണി കഴിഞ്ഞാൽ എപ്പോഴത്തേക്ക് സംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സമയം പുനഃക്രമീകരിച്ചൊരു സമയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? എത്ര പേര് ഇനിയും അവിടെ കാണാനുണ്ടാകും? ആരൊക്കെ ഇനി വരാനുണ്ട്? സൈഫുദ്ദീൻ, ഇത് എത്ര സമയം നീണ്ടുപോകും, അല്ലെങ്കിൽ ഒരു കൃത്യമായ സമയം, ഒരു പുനഃക്രമീകരണമല്ല, ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. അതായത് ഈ ഒഴുകിയെത്തുന്ന വലിയ ജനാവലി അത് എല്ലാവർക്കും കാണാനുള്ളൊരു സമയം നൽകുക, അല്ലെങ്കിൽ എല്ലാവർക്കും ശ്രീനിവാസിന് അവസാനമായ ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു അവസരം നൽകുക എന്നാണ് ഇപ്പോൾ നിലവിൽ. അതിനുവേണ്ടിയാണ് ഇനിയും ഇങ്ങനെ നീണ്ടുപോകുന്നത്. പക്ഷേ അതേ നേരം നീളില്ല. ഇപ്പോൾ പുറത്ത് ഈ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾക്കടക്കമുള്ള സജ്ജീകരണങ്ങൾ പുറത്തൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ശ്രീനിവാസിൻ്റെ മൃതദേഹം വീടിനെ പുറത്തേക്ക് എടുക്കും. വീടിന് പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്നൊരു ടേബിളുണ്ട്. അവിടെ ഈ മൃതദേഹം വെച്ച ശേഷം അവിടെയായിരിക്കും ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകുക. അതിനുശേഷം ഏകദേശം 10:00 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് വലിയ ആളുകൾ ഇനിയും ഇങ്ങനെ നേരത്തെ 9:30 തുടക്കത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണാനുള്ളവർ കയറി കണ്ടോളൂ എന്ന് ഈ അടുത്ത ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും വലിയ ആൾക്കൂട്ടം പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇന്നലെ എത്തിയ പല പ്രമുഖ സിനിമാ താരങ്ങളും ഇന്ന് വീണ്ടും എത്തുന്നു. അതിലുപരി സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പേരിങ്ങനെ പുറത്തേക്ക് ഈ റോഡിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വലിയ താല്പര്യമുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരെ വളരെ സ്നേഹിക്കുന്നൊരു താരമെന്ന നിലയിൽ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാനൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പല പ്രമുഖരും രാവിലെ തന്നെ എത്തിയിരുന്നു. നടൻ പൃഥ്വിരാജ് അടക്കമുള്ള, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം അല്പസമയം ഇവിടെ എത്തി മടങ്ങിയിരുന്നു. സൂര്യയെ പോലുള്ള തെന്നിന്ത്യൻ താരങ്ങൾ, സൂപ്പർ താരങ്ങൾ രാവിലെ ഇവിടെ എത്തി മടങ്ങിയിരുന്നു. അപ്പോൾ നിരവധി സിനിമാ താരങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുമൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സംവിധായകൻ ലാൽ അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഫാസിൽ, സത്യൻ അന്തിക്കാട് അടക്കമുള്ളവർ നേരത്തെ ഇവിടെ എത്തി മടങ്ങിയിരുന്നു. അങ്ങനെ സാധാരണക്കാരും സിനിമാക്കാരും പ്രമുഖരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒക്കെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നു. അതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മൾ നേരത്തെ, അല്ലെങ്കിൽ ലിഡിയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണക്കാരുടെ ശബ്ദമായിരുന്ന ഒരു മനുഷ്യനാണ് മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെ ആളുകൾ ഈ വഴിയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ സാധാരണക്കാർ കൂടുതൽ ഈ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം ഒരുപക്ഷെ ശ്രീനിവാസൻ എന്ന നടനെ, അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന നായക നടനെയൊന്നും കണ്ടായിരിക്കില്ല അവരെത്തുന്നത്. ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ, പ്രത്യേകിച്ച് ശ്രീനിവാസൻ സ്വയം എഴുത്തുകളിൽ, അല്ലെങ്കിൽ സ്വന്തം എഴുത്തുകളിൽ നായകനാകാൻ നിൽക്കാതെ സ്വയം അപഹാസ്യനാകുന്ന കഥാപാത്രങ്ങൾ സ്വയം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളായിരുന്നു കൂടുതൽ ആളുകളോട്, പ്രത്യേകിച്ച് ഈ റിയലിസ്റ്റിക് കാലഘട്ടത്തിൽ, റിയലിസ്റ്റിക് സിനിമകൾ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഉള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള റിയൽ ലൈഫ് കഥകളെ സിനിമയാക്കിയൊരു മനുഷ്യനാണ്. അപ്പോൾ അന്നത്തെ ആളുകളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതിബദ്ധതകളുമൊക്കെ സ്ക്രീനിലേക്ക് വരച്ചിട്ട, അല്ലെങ്കിൽ അത് സ്ക്രീനിലേക്ക് കാണിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, തങ്ങളുടേതാണ് ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങൾ താൻ തന്നെയാണല്ലോ എന്ന ആളുകൾക്ക് കൂടി തോന്നുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളെ, അങ്ങനെ ഒരു എഴുത്തുകാരനെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. പണ്ട് വി.കെ. ശ്രീരാമൻ പണ്ടൊരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സ്വപ്നവും സങ്കല്പവുമാണെങ്കിൽ ശ്രീനിവാസനാണ് യാഥാർത്ഥ്യമെന്ന് വി.കെ. ശ്രീരാമൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതാണ് കൂടുതൽ. അല്ലെങ്കിൽ ഒരു മാസ് ഹീറോ അപ്പീലുള്ള, അല്ലെങ്കിൽ വലിയ അടിച്ചിടിച്ച് വിജയം നേടുന്ന നായക നടനുപരി, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന എന്താണോ അങ്ങനെ തന്നെ സിനിമയിൽ എഴുതി ഫലിപ്പിച്ചൊരു ആളാണ്. അപ്പോൾ
ഈ രാഷ്ട്രീയമായാലും സാമൂഹികമായാലും എന്ത് വിഷയമായാലും സാധാരണക്കാരൻ്റെ മനസ്സിലുദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഉത്തരം നൽകാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ എഴുത്തുകൾക്ക് എപ്പോഴും കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ തിരക്കഥയിൽ എഴുതിയ സന്ദേശമടക്കമുള്ള സിനിമകൾ. പിന്നീട് ആ സിനിമ അദ്ദേഹത്തിൻ്റെ ഈ തിരക്കഥയ്ക്ക് വലിയ തോതിൽ വിമർശനം ഉയർന്നിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ തിരക്കഥയൊക്കെ എപ്പോഴും ചർച്ചയാവുന്നത് പല രാഷ്ട്രീയ സന്ദർഭങ്ങളും. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്ന പല കാര്യങ്ങൾ പോലും അന്നേ അദ്ദേഹത്തിന് ആ തിരക്കഥയിൽ എഴുതി വയ്ക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ അപ്പോഴേ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും ഇപ്പോൾ രാഷ്ട്രീയ ബോധവും ഒക്കെ തന്നെയാണ്. ചിരിയുടെ ഒരു എത്ര സങ്കീർണമായ വിഷയങ്ങളാണെങ്കിലും അതൊക്കെ അത് ഒരു ചിരിയിൽ ചാലിച്ച് അല്ലെങ്കിൽ അതൊരു തമാശയിൽ ചാലിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ സ്ക്രീനിൽ എത്തിക്കാൻ ശ്രീനിവാസന് എപ്പോഴും ഒരു കഴിവുണ്ടായിരുന്നു. എപ്പോഴും